സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചന പഠനത്തിനായി ബദ്ധപ്പാടുകൾ സഹിച്ച് സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഇടത്തു നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായതിനു ശേഷം അബ്രഹാമും ദൈവം തമ്മിലുള്ള കോൺവെർസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് 17-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. ആ ഭാഗം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിനെ അവസാനിപ്പിച്ചത്. സർവശക്തനായ ദൈവമാകുന്നു. പഴയ നിയമത്തിൽ ആദ്യമായി ഏൽ ഷദ് ആയ് എന്ന പദം ആദ്യമായി വരുന്ന ഇവിടമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്, ഞാൻ കണക്കാക്കും. എൽ ഷദ്ദായ് എന്ന് പറയരുത്, ഏൽ ഷദ് ആയ്, അങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ ഹീബ്രു പഠിക്കാനിരിക്കുകയല്ലോ, എങ്കിലും അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പണ്ഡിതനായിട്ടോ ഹീബ്രു നന്നാ അറിയാവുന്ന ആളെന്നൊന്നും തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. അറിയാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ ഏൽ ഷദ് ആയ്, the power that can compel nature to behave what is contrary to itself എന്നാണ് എന്റെ അർത്ഥമെന്ന് ഞാൻ ഓർപ്പിച്ചു. അത് തിരുവെഴുത്തിലെ ചില ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ ദൈവം പ്രകൃതിയോട് സാധാരണ പോകുന്ന നിലയിൽ നിന്ന് തിരിഞ്ഞു വരാൻ കൽപ്പിക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. നീ അത് പറഞ്ഞു പോയാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ പ്രയാസമായി മാറും എന്നുള്ളതിനാൽ അടുത്ത വാക്യം ആ വാക്യം ഒന്ന് പൂർണ്ണമായി വായിച്ചതിന് ശേഷം ഞാൻ അധികം 17-ാം അധ്യായം വിശദീകരിക്കാതെ 18-ാം അധ്യായത്തിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. വിശ്വാസത്തിന്റെ യാത്രയിൽ നമുക്ക് ഞാൻ ഓരോ അധ്യായം പഠിച്ചു പോവുക എന്നുള്ളതല്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെ മുൻനിർത്തിക്കൊണ്ട് വിശ്വാസത്തിന്റെ യാത്ര എങ്ങനെ ഭംഗിയാക്കി നിർവഹിക്കാം. നമ്മള് ഇവരെ കുറിച്ച് പഠിച്ചു പോകുമ്പോൾ അവരെ കുറിച്ച് മാത്രമല്ല, അവർ കൂടെ ഉള്ളവരെയും നമുക്ക് പഠന വിഷയമായി മാറും. അത് സംശയമൊന്നുമില്ല, അല്ലേ? രൂത്തിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വാചകം പറയുന്നു. അതെങ്ങനെയാണ്? നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സഹോദരിയെ റാഹേലിനെയും ലേയം പോലെ ആക്കി തീർക്കട്ടെ, അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. കണ്ടോ? റാഹേലിനെയും ലേയം പോലെ ആക്കി തീർക്കണം. അവർ ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞില്ല, ഭാര്യമാരുടെ കാര്യം പറഞ്ഞു. അവരെ നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഓരോ വ്യക്തികളും വിശ്വാസത്തിന്റെ യാത്രയിൽ ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കതുകൊണ്ട് അവരെ ഒഴിച്ചു നിർത്തി ഈ ഭാഗം പഠിക്കാനൊക്കെ എല്ലാം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൊത്തം പഠിക്കുകയാണെങ്കിൽ ഞാൻ 17-ാം അധ്യായമൊക്കെ വിശദീകരിച്ചേനെ. നമ്മൾ അതല്ല, ഈ വിഷയത്തിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാതെ പോകുന്നത്. അതെന്നെ അവിടെ പറയാതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നമുക്ക് നമ്മുടെ റൂട്ടിൽ കൂടെ പോകാം. ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നാലെ പഠിക്കാം. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ടാണ്. ഓക്കെ, ആ 17-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ നമ്മൾ കണ്ടു, യഹോവയാ ദൈവം ഇറങ്ങി വന്ന് പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് 2 വശവും ഞാൻ പറഞ്ഞു. അബ്രഹാമിന്റെ ശക്തി ക്ഷയിക്കുക. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ലഭിച്ച അബ്രഹാം നീണ്ട 25 വർഷത്തോളം കാത്തിരുന്നിട്ട് തലമുറ കിട്ടാതെ വന്നപ്പോൾ അബ്രഹാമിന്റെ ആരോഗ്യം ക്ഷയിച്ചു, ശക്തി ക്ഷയിച്ചു, ശരീരം ക്ഷയിച്ചു. അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് പറയുന്നത്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ടിട്ട് 99-100 ആയപ്പോഴത്തേക്കും നിന്റെ ശരീരം ക്ഷയിച്ചു, നിന്റെ ശക്തിയും ക്ഷയിച്ചു. അബ്രഹാമേ, കാലപ്പഴക്കം കൊണ്ട് നിന്റെ ശക്തി ക്ഷയിക്കാം, നിനക്ക് പ്രായവുമാകാം. എന്നാൽ ഞാൻ 75-ാമത്തെ വയസ്സ് നിന്റെ അടുക്കൽ വന്ന് നിന്നോട് ദൂത് പറഞ്ഞ, ആലോചന പറഞ്ഞ, വാഗ്ദത്തം തന്ന അതേ ദൈവം തന്നെയാണ് ഞാൻ.
നിനക്ക് പ്രായം കൂടിയെന്ന് കരുതി എനിക്ക് പ്രായം കൂടിയിട്ടില്ല. ഞാൻ തന്ന വാഗ്ദത്തം പഴകിയിട്ടില്ല. അതിന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല. അതിന്റെ ശക്തിയും അതിന്റെ മൂല്യവും അതിന്റെ ചൂടും ചൂരും ഒന്നും ഒരിക്കലും ചോർന്നു പോയിട്ടില്ല. അന്ന് നിന്നോട് പറഞ്ഞ അതേ നിലയിൽ തന്നെ അത് നിവർത്തിപ്പാൻ എനിക്ക് കഴിയും. അബ്രാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. കണ്ടോ എന്ന് പറയുന്ന ഭാഗമാണ്. ഞാൻ നിങ്ങളോടും പറയാം, ദൈവം നിങ്ങളുടെ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തിക്കും. യാതൊരു സംശയമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം മുഴുവൻ ഞാൻ തന്നെ അതാക്കാം, ഇതാക്കാം, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം എന്നുള്ളത് വേറൊന്നും ഇല്ലല്ലോ, അല്ലേ? അല്ലാതെ വാഗ്ദത്തം വല്ല നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ പോവുകയാണ്. സാഹചര്യമൊക്കെ മാറ്റി, ഇപ്പോൾ ഉള്ളതൊക്കെ എന്നെ മാറ്റി മറിച്ച് വേറെ ഏതാണ്ട് ആക്കാൻ പോവുക. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തം. ഇതെല്ലാം മാറി വേറെ ആകാത്തത് കാരണം നമ്മൾ കിടന്ന് വെപ്രാളവും പിടിക്കുക. ഇവിടെയൊക്കെയാണ് ഈ കുഴപ്പം. അതാ ഞാൻ പറഞ്ഞേ, അബ്രഹാം വിളിച്ച് യഹോവയായ കർത്താവേ. എല്ലാവർക്കും യഹോവ യഹോവ എന്ന് വിളിക്കാം. ആ യഹോവയെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ കർത്തൃത്വം ഏൽപ്പിക്കാൻ നമുക്ക് പറ്റുകയില്ല. നമുക്ക് പാട്ട് പാടി ഉടനെ നമ്മൾ പായെല്ലാം ചവിട്ടി കീറാനും തുള്ളാനും ചാടാനും ഒക്കെ നമ്മൾ റെഡിയാണ്. പക്ഷെ കർത്തൃത്വത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം കുഴയും. വാഴ്ചപ്പെട്ട കർത്താവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റു പറഞ്ഞൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുക. കർത്തൃത്വം കൊടുത്തുകൊണ്ടാണോ അത് പറയുന്നത്? എന്നിൽ കർത്തൃത്വം നടത്താൻ. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മൾ പാടുന്നതും നമ്മുടെ വിശ്വാസം പോക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമ്മൾ പാടുകയല്ലേ, മുറ്റും ഞാൻ തരുന്നീതാ. അടുത്തത് ഭൂനിക്ഷേപം മുഴുവൻ. എന്തോന്നാ? പറ. ഭൂമി നിക്ഷേപം മുഴുവൻ. നല്ല കളിയായി. സോദരം, എന്നെ എളുപ്പ പാടാൻ. മുറ്റി ഞാൻ തരുന്നിതാ ഭൂമിയിലുള്ള നിക്ഷേപം മുഴുവൻ. പാസ്ബുക്ക് ഇന്ന് വരെ കൂട്ടാളിയെ കാണിച്ചിട്ടില്ലാത്ത ടീമായിരുന്നു ഈ പറയുന്നത്. പാസ്ബുക്കും കാണിച്ചിട്ടില്ല, ATM കാർഡും കാണിച്ചില്ല. അത് എങ്ങനെയാന്ന് പോലും കണ്ടിട്ടില്ല. നമ്മളങ്ങ് വളരെ ലയിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീശി പെടുക. ഭൂനിക്ഷേപം മുഴുവൻ. സ്വോത്ര മര്യാദയ്ക്ക് സ്വോത്രാഴ്ച തീർത്ത ടീമായി പാടുന്നത്. ആണോ അല്ലയോ എന്ന് പറ. അതിന്റെ കൂടെ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടി ആഴ്മയാ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ. ആത്മാർത്ഥോട് പാടാൻ പറ്റുമോ? മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ. ദേഹം ദീഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. വാഞ്ചിച്ചു നിന്നെ എത്ര ദോഷം വാണെന്നിൽ എത്ര ഇമ്പമാ ചൊല്ലുന്നേശു ഞാൻ കഴിടും നിന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പാടിയതല്ലേ? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്നാ ഇപ്പൊ ചെയ്യുക, എന്നാ ഇപ്പൊ പറയുക. അതൊക്കെ ട്രെൻഡ് അതായതുകൊണ്ട്
അതൊക്കെ ആണെങ്കിലും നമുക്കൊരു ഒരു ഗുമ്മുണ്ടാകും. സ്തോത്രം. എനിക്ക് ഈ പാട്ടൊക്കെ ചുമ്മാ ട്യൂൺ അനുസരിച്ച് പാടാൻ എനിക്കറിയത്തില്ല. ഞാൻ ഓരോ വരിയും പാടുമ്പോൾ അതിന്റെ ഉള്ളിൽ തട്ടണം. അത് ആ വാക്കുകളൊക്കെ ഹൃദയത്തിൽ കൊടുന്ന് കയറി ഇറങ്ങി പോകണം. ധ്യാനിച്ചൊക്കെ പാടണം. പാടിയാൽ ഒക്കുകയില്ലെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ പാടിയെങ്കിലും ഒരു സുഖമുണ്ട്. അതുകൊണ്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന ഷോ കാണിച്ചല്ല, പ്ലീസ് തെറ്റിദ്ധരിക്കരുത്. മനസ്സിലാകുന്നോ? യഹോവയായ കർത്താവിനെ ചുമ്മാ വിളിച്ചാൽ പോരാ. കർത്താവിനെ വിളിക്കുമ്പം കർത്തൃത്വം കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതൊരു വലിയ അപകടമുണ്ട് പ്രിയരെ. അപകടമല്ല, നമുക്കത് അപകടമായിട്ടോ തോന്നുന്നത്. കർത്തൃത്വം കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായിട്ടൊന്നും ഇല്ലല്ലോ. എല്ലാം ഉണ്ടോ? സർവ കൺട്രോൾ അവിടെ കൊടുത്തേച്ച് നമ്മൾ ഫ്രീ ആകുക. പറയുമ്പോ എളുപ്പമാ. നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക. മനസ്സിലാകുന്നില്ലേ? കർത്തൃത്വം എനിക്കല്ല, ഞാൻ ക്രിസ്തുവിനത്രേ അവനായിത സമർപ്പിക്കുന്നേ, അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ ദിവസവും നയിക്കുന്നേ വഴിയേ. കണ്ടോ? നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുത്ത ലോർഡ്ഷിപ്പ്, കർത്തൃത്വം കൈമാറ്റം ചെയ്യണം. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതായിരുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ എത്രത്തോളം പഠിച്ചാലും നമുക്ക് തീരാത്തൊരു വലിയൊരു ലെസനാണ് അബ്രഹാം എന്ന ദൈവത്തിന്റെ സ്നേഹിതൻ, വിശ്വാസികളുടെ പിതാവ്. സ്തോത്രം. അബ്രഹാമും ദൈവം തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞാൽ ഞാൻ ആലോചിക്കുക, അബ്രഹാമും ദൈവം തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അബ്രഹാം ഇതെല്ലാം ദൈവം എന്നെ കഴിഞ്ഞ രാത്രികാലം എന്നെ കാണിക്കാൻ തൊക്കൊണ്ടുമായി ഇടയായി തീരുവാൻ തൊക്കൊണ്ട് സാധിച്ചു എന്നും പറഞ്ഞ് അബ്രഹാം എവിടെയെങ്കിലും ചാടി ഇറങ്ങി പോയിട്ടുണ്ടോ? സ്തോത്രം. പറഞ്ഞ കാര്യം കൂടെ ഭാര്യയോട് പോലും പറയാതിരുന്ന ടീമാണ് അബ്രഹാം. സ്വന്തം കൊച്ചിനെ ഞാൻ കഴിക്കാനായിട്ട് തമ്പുരാൻ ആവശ്യപ്പെട്ട് അതുപോലും ഭാര്യയോട് പോലും പറയാതെ പോയ ആളാണ്. നമ്മളാണെ 3 ആഴ്ച മുമ്പേ അതിന്റെ ഒരു നോട്ടീസും മുറിയാമലയുടെ പിക്ചർ, കൂട്ടത്തിൽ വരുന്ന കഴുതയുടെ 3 പടം, ദാസിദാസന്മാർ, അവരാണല്ലോ ഈ വശിറ്റി ഇല്ലേ, അവരുടെ പിക്ചറ്, പിന്നെ പോകുന്ന റൂട്ട്, പിന്നെ സൈഡിലൊരു QR കോഡും കൂടെ. നേരിട്ട് തരാൻ പറ്റാത്തൊരു അതിനകത്തോടെ വിട്ടാൽ മതി. നമ്മളിതെല്ലാം കാട്ടിക്കൂട്ടി. ശരിയല്ലേ? അബ്രഹാം അതൊന്നും ചെയ്തില്ല. സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ അബ്രഹാം ദൈവം തമ്മിൽ സംസാരിച്ചു അല്ലേ? അബ്രഹാം ഒന്നും കൊട്ടിക്കൊഴിച്ചില്ല. താൻ കേട്ട ദൈവശബ്ദത്തിനനുസരിച്ച് അബ്രഹാമിനെ തന്നെ പണിതെടുക്കുക. മനസ്സിലാകുന്നോ? സ്തോത്രം. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അബ്രഹാം തന്നെത്താൻ ആ ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ആയിരുന്നു അബ്രഹാമും ദൈവം തമ്മിൽ. കാരണം 13 വർഷം കഴിഞ്ഞിട്ട് ദൈവം ഇപ്പൊ അബ്രഹാമോട് സംസാരിക്കുന്നതായിട്ട് നമ്മളിപ്പോ കാണുന്നത്. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. അബ്രഹാമോട് ദൈവം പറയാം, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാനോട് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്നിട്ട് കൂടെ ചേർത്തൊരു വാക്കൂടെ പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കെ. ശ്രദ്ധിക്കണേ, എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ നടപ്പൊക്കെ അപ്പൊ ഒരു വിഷയല്ലേ? ദൈവമുമ്പാകെ നടക്കുക, ദൈവ സാന്നിധ്യത്തിൽ നടക്കുക. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ തമ്പുരാൻ മുമ്പിൽ ഉണ്ടെന്നുള്ള ബോധത്തോടെ നടക്കുക. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ദൈവം എല്ലാം കാണുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള സുബോധത്തോടെ നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആ വാക്യം കണ്ടായിരുന്നോ? 17:1 വായിക്കാമോ? അതിനകത്ത് അതുണ്ട്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്,
ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വെരി ഗുഡ്. കുവൈറ്റിൽ ഇത്ര സ്പീഡിൽ വായിക്കും ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ കുവൈറ്റിൽ നിന്ന് വായിച്ചില്ല, കാനഡയിൽ നിന്ന് വായിക്കാൻ റെഡിയായിട്ടിരിക്കുക ഞങ്ങളുടെ ഷൈൻ സിസ്റ്റർ. പിന്നെ മലയാളം അത്ര ഫ്ലോ അല്ലാത്ത കാരണം ഷൈൻ സിസ്റ്റർ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ. പോട്ടെ, നിങ്ങളെല്ലാം നല്ല സഹകരണത്തിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ദൈവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഭാഗം വിശദമാക്കി തരാം. നീ എന്റെ മുമ്പാകെ നടന്നിഷ്ടങ്ങനായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ എപ്പോഴും മുൻപിൽ കണ്ടുകൊണ്ട് നടക്കണം. അങ്ങനാണ് നമ്മുടെ നടപ്പൊക്കെ എങ്ങനെ ആയേന്. സ്വോത്രം. പക്ഷേ തമ്പുരാൻ പറയാ, നടക്കാണ് നീ അങ്ങനെ നടക്കും. ഈ വേദോസത്തിൽ നടപ്പെന്നുള്ള വിഷയം ഭയങ്കര എഫക്റ്റീവായുള്ള സബ്ജക്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് നടപ്പിനെ കുറിച്ച് വേദോസം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലേവ്യ പുസ്തകം എടുക്കാമോ? ഞാൻ പറയാൻ വന്നല്ലോ, മനസ്സിൽ ഓർമ്മയിൽ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ പറയണേ. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാമോ? ലേവ്യ പുസ്തകം ഞാനും എടുക്കാം. 18-ാം അധ്യായത്തിന്റെ 3-ാമത് വാക്യം. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. എങ്ങനാ? നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ആഹാ. പിന്നെ മോശയോട് ദൈവം സംസാരിച്ച് പറയാ, പിന്നെ ഒരു കാര്യം, വഴിപാട് യാഗമൊക്കെ നടത്തേണ്ട കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പണ്ട് മിസ്രൈമിലല്ലായിരുന്നു? അതെ. അവിടുത്തെ നടപ്പ് പോലെ നിങ്ങൾ ഇവിടെ നടക്കരുത്. നിങ്ങളെ വിചാരിക്കും നടക്കുക എന്ന് പറഞ്ഞാൽ ഈ എങ്ങോട്ടേലും പോകുന്ന കാര്യം ഉദ്ദേശിച്ചപ്പം മിസ്രൈമിൽ നടക്കുന്ന ഒരു രീതിയുണ്ട്, ഇവിടെ നടക്കുന്ന രീതി വേറെ ഉണ്ട്. അതല്ല ഇവിടെ നടപ്പെന്ന് പറഞ്ഞാൽ ജീവിതമായിട്ട് ഉദ്ദേശിക്കുന്നത്. മിസ്രൈമിൽ ജീവിച്ചതുപോലെ, മിസ്രൈമിലെ ഇടപാട് പോലെ നിങ്ങൾ ആറ്റുകൊറ്റൻ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് പോന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മിസ്രൈമിലെ ഐറ്റംസ് ഒന്നും ഇവിടെ എടുക്കരുതെന്നായി പറഞ്ഞു. മിസ്രൈമിൽ വളരെ സ്ലോവും ഇവിടെ മരുഭൂമിയിൽ അല്പം ഫാസ്റ്റ് ആയിട്ട് നടക്കണമെന്നാണോ എന്നർത്ഥം? അല്ലല്ലോ, അല്ല. മനസ്സിലായോ? മിസ്രൈമിൽ എന്തെല്ലാം അനുഷ്ഠിച്ചു വന്നോ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്നായി പറഞ്ഞേ. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മളിതൊക്കെ കേട്ട് തലയാട്ടുന്നതോ അല്ലാതെ നമ്മൾ എന്തെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയോ അതെല്ലാം ഇന്ന് കൊണ്ട് നടക്കില്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? സകല ഇടപാടുമുണ്ട്, ഉണ്ടെന്നേ. ജോത്സ്യന്റെ അരികെ പോകുന്ന ഇടപാട് വരെ നമുക്കുണ്ട്. പിന്നെ പേര് ജോത്സ്യൻ നല്ലതേ ഉള്ളൂ, കവടിയും നിരത്തുന്നില്ല. അതിന് പകരം വേറെ പരിപാടിയുണ്ട്. മുമ്പിൽ പോയി ഇരിക്കുക, എന്റെ വിഷയം എന്നൊക്കെയാണ് എന്നറിഞ്ഞാൽ കൊള്ളാം. ആണോ? ഓക്കെ, എന്നാ ഞാൻ നോക്കട്ടെ, ഗണിച്ച് നോക്കട്ടെ എന്ന് പറയല്ല, പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്നേ പറയത്തു. ഈ നമ്മളോട് നേരിട്ട് മിണ്ടാൻ ദൈവത്തിന് എന്തോ പണക്കം ഉണ്ടായിരിക്കും അല്ലേ? സ്വോത്രം. നമുക്കതൊക്കെ പിന്നീട് വരുന്നുള്ളൂ. ഞാനിപ്പോ അവിടെ നിൽക്കുന്നില്ല. ഏതെല്ലാം ഒഴിവാക്കി മിശ്രമ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഇന്ന് ദൈവസഭയ്ക്കകത്ത് മറ്റു പല രൂപത്തിലും നുഴഞ്ഞ് കയറിക്കഴിഞ്ഞു. സ്തോത്രം. നമ്മളൊരു പൊതു ഫങ്ഷൻസ് അങ്ങനെ ഏതെങ്കിലും നോക്കിക്കോ, അതിനകത്തെല്ലാം ഈ മിശ്രൈമിയ ടേസ്റ്റ് വന്ന് കയറുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയവും. നമ്മുടെയൊക്കെ വിവാഹം, മുമ്പ് വേർപെട്ട ദൈവമക്കളുടെ വിവാഹമൊക്കെ എത്ര ശ്രേഷ്ഠമായിരുന്നറിയാമോ? അഭിഷിക്തരായ ദേവദാസന്മാരാണ് ആ ശിശുവിന്റെ മുഴുവൻ കൺട്രോളും. ഇന്നത്തെ വിവാഹ ശിശുവോട് നിയന്ത്രിക്കുന്ന ദേവദാസന്മാരാണോ വീഡിയോക്കാരാണോ? വീഡിയോക്കാരാ നിയന്ത്രിക്കുന്നത്. അവർ പറയും പോലെ ചെയ്യണം. സോദരം, ഞാൻ നടത്തിയ വിവാഹ ശുശ്രൂഷയിൽ ആദ്യമേ തന്നെ പറഞ്ഞേ തുടങ്ങുള്ളൂ. കാരണം വശക്കേട് ഇവരുണ്ടെങ്കിൽ അന്നേരം ഇറങ്ങി പോരാവല്ലോ. അത് ഞാൻ പരസ്യമായിട്ട് മയക്കിനകത്തൂടെ പറയും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ടെങ്കിൽ തലേ തുണിയൊക്കെ ഇട്ടിരിക്കണമെന്നോ, നമ്മുടെ പായിട്ട് കഴിഞ്ഞാൽ നൂറെ തുള്ളുന്ന കക്ഷിയെ കല്യാണത്തിന് വരുമ്പോൾ തലേ തുണി ഇടുന്നത് വിഷമിച്ചാന്നറിയോ? കാരണം 1.5 മണിക്കൂർ കണ്ണാടി മുമ്പ് ഇന്ന് പണിതിട്ടല്ലേ ഇതിൽ റെഡിയാക്കിക്കൊണ്ട് പോകുന്നു. ഞാൻ അതിന്റെ മുകളിൽ തുണിയും കൂടെ ഒക്കെ ഇട്ട് നശിപ്പിക്കാൻ പറ്റുമോ? പിന്നെ ഹോളിനകത്ത് സ്വോത്രം.
ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തെറ്റിദ്ധരിക്കരുത്. സങ്കടം കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു പറയും. ആരെ മുറിവേൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ല. പ്ലീസ്, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. മുൻപ് നമ്മുടെ വിവാഹ ശുശ്രൂഷ, ഇപ്പൊ പിന്നെ വിവാഹ ശുശ്രൂഷയേക്കാൾ ഏറ്റവും പ്രാധാന്യം മുമ്പുള്ള ഇടപാടുകളാണ്. സേവ് ദ ഡേറ്റ്. ഇന്നാൾ രണ്ടെണ്ണം സേവ് ദ ഡേറ്റ് നടത്തി. ഏതായാലും ഫയർഫോഴ്സുകാർ വന്ന് കുളത്തിൽ നിന്ന് എടുത്ത് ഏതായാലും ജീവനോടെ കിട്ടി. സേവ് ദ ഡേറ്റ് നടത്തിയതാ. പാറക്കുളത്തിന്റെ സൈഡിൽ നിന്നോട് രണ്ടും കൂടെ. അതിന് ഒത്താശ കൊടുക്കുന്ന ഈ അപ്പനെ അമ്മ എന്തുവാ പറയണ്ടേ? കഷ്ടം. വിവാഹം കഴിഞ്ഞുള്ള ഇടപാടിനേക്കാൾ വളരെ ഗംഭീരമായിട്ട് അതിന് മുമ്പ്, എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ സേവ് ദ ഡേറ്റ്. ഏതായാലും ഫയർഫോഴ്സുകാർ വന്നതുകൊണ്ട് സേവായി, അല്ലെ മിക്കവാറും അത് ഡേറ്റ് ആയേൻ. ഇതിനൊക്കെ തുള്ളാനായിട്ട് പോകുന്നതിന് എന്താ പറയണ്ടേ? ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം. മിസ്രൈമിലെ നടപ്പു പോലെ ദൈവമക്കൾ നടക്കരുത്. കാണുന്നവർക്ക് ബോധ്യമാണ് ഇത് വേർപെട്ട ദൈവമക്കളാണ്. സ്തോത്രം. അല്ല, എല്ലാത്തിനും കൂടെ അങ്ങ് ഇഴുകിച്ചേരുക എന്നുള്ളതല്ല. നമ്മൾ പറഞ്ഞ നാടോടുമ്പോ നടുവേ ഓടണ്ടേ. നമ്മുടെ കുറെ അളിഞ്ഞ പഴഞ്ചൊല്ലുണ്ട്, ഒക്കാതെ വരുമ്പോ ഉപയോഗിക്കാൻ വേണ്ടി. ചേരത്തിന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കണ്ടം തിന്നണ്ടേ, എന്നെ തിന്നുക എന്ന് പറയാനുള്ള തന്റെ അറിവില്ലേ? സ്തോത്രം. പിന്നല്ല. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലെ യാതൊരു ഇടപാട് ഇവിടെ കൊണ്ടുവരരുത്. ഇപ്പം ഈ കൺമക്ഷം വേദിയിലും ആത്മാവിൽ നിറഞ്ഞ ചെണ്ടകുത്തും ഒക്കെ ഉണ്ടല്ലോ. ചെണ്ടകുട്ട്. ഞാൻ വെറുതെ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടൊന്നും പറഞ്ഞതല്ല. ഉള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞ് ശരിയാണെങ്കിൽ അംഗീകരിച്ചാൽ മതി, ഇല്ലേ വിട്ടേര്. കണ്ടോ, സുവിശേഷത്തിന്റെ വേദികൾ അതിന്റെ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഇടം മുഴുവൻ ആർക്കും കയറി നിറങ്ങാവുന്ന വേദിയായി മാറി എന്നുള്ളത് എത്രയോ സങ്കടകരമാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ ദൈവജനം സംസാരിക്കാൻ സമയമില്ലാത്ത നമ്മുടെ കൺവെൻഷൻ വേദിയിൽ രാഷ്ട്രീയ പ്രമുഖർ വന്ന് ഹല്ലേലൂയ എന്നൊന്ന് പറയുമ്പോഴത്തേക്കിന് ജനമെല്ലാം ആത്മാവിൽ നിറയുക. സ്തോത്രം. അതിനർത്ഥം വന്ന രാഷ്ട്രീയ നേതാവിന് മാറ്റം വന്നെന്നല്ല, നമ്മൾ അവരോടൊപ്പം മാറിയെന്ന് അതിനർത്ഥം. അവർക്കല്ല മാറ്റം ഉണ്ടായ നമ്മക്കാ. നമ്മളിപ്പോ അതിനും കൂടാനായിട്ടുള്ള സന്മനസ്സായി. ഞാൻ ചോദിക്കട്ടെ, എന്താ ചീപ്പൻകാരുടെ കൺവെൻഷൻ ചെല്ലാത്ത? ഒറ്റ രാഷ്ട്രീയ നേതാവ് ചെല്ലുവോ? കൊട്ടാരക്കര വിടുമ്പോ അടുത്തോട്ട് നോക്കിച്ചു പോകില്ലാണ്ട് ആ കോമ്പൗണ്ടിൽ കയറുകയല്ലോ. അതിന്റെ കാര്യം നമ്മുടെ ഇവിടെ ഇത് പറ്റുമെന്ന് അവർക്കറിയാം, അവിടെ അത് പറ്റുകയെന്നും അറിയാം. അതാണ് എന്റെ കാര്യം. പോട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? മിസ്രൈമിലെ നടപ്പ് പോലെ നമ്മൾ നടക്കരുത്. മിസ്രൈമിൽ ഒരു രീതിയും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. മിസ്രൈമിൽ എന്നേക്കുമായി ടാറ്റ പറഞ്ഞു എന്ന് പറയുകയും മിസ്രൈമിലെ രീതികൾ കൊണ്ട് നടക്കുകയും ചെയ്യാൻ പാടില്ല. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും കാണുന്നവർക്ക് ബോധ്യമാകണം, ഞങ്ങൾ വേർപെട്ട ദൈവമക്കൾ. സ്തോത്രം. വേർപാട് എന്താണെന്നുള്ളത് 17-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടെ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. സ്തോത്രം. ലോകമായുള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിക്കാൻ ജഡത്തിൽ പരിച്ഛേദനയേറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ ദാറ്റ്സ് വാസ്റ്റ് സബ്ജക്ട്. ഇപ്പൊ വിശാലമായി പഠിക്കേണ്ട ഭാഗമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ യാത്രയാണല്ലോ നമ്മുടെ സബ്ജക്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഒരു കാരണവശാലും മിസ്രൈമിലെ നടപ്പ് പോലെ നമ്മൾ നടക്കരുത്. മിസ്രൈമിൽ എപ്പം വെള്ളം കയറി ചെല്ല, എപ്പം വെള്ളം ഇറങ്ങിപ്പോരാൻ. സ്തോത്രം. അതൊന്നും ദൈവസഭയ്ക്കകത്ത് പറ്റുകയില്ല. നിങ്ങൾ തിമോഥെയോസ് 1-ാം ലേഖനത്തിൽ 3-8-9 വാക്യം ഒന്ന് വായിച്ച്. ഇതൊന്നും ഞാൻ പറയാനായിട്ട് പ്ലാൻ ചെയ്തില്ല, അങ്ങ് വന്നുപോയത്. തിമോഥെയോസ് 1-ാം ലേഖനം 3-ാം അധ്യായം
8-9 അല്ല 4-5 വാക്യം. 8-9 4-5 വായിച്ചേ. എനിക്ക് സംശയം തോന്നിയോട്. കലഹിക്കാത്തവനും ആ. 1 തിമോഥെയോസ് 3:4-5 ആണോ? 3:4-5 ആണോ? എനിക്കൊരു കൺഫ്യൂഷൻ. ഞാൻ നോക്കിക്കോട്ടെ. നോ. സോറി, 4-5 14-15. ക്ഷമിക്കണേ, ഇടയ്ക്ക് ചിലപ്പോൾ ഓർമ്മ പ്രശ്നമൊക്കെ ഉണ്ടാവും. 3:14-15, 4-5 അല്ല 14-15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് എഴുതുന്നു. ശ്രദ്ധിച്ചേ. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി, അടുത്ത വാക്ക് അതിനേക്കാൾ ഗൗരവം, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അതെന്തോ വാക്കല്ലേ! സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിൽ എങ്ങനെ നടക്കണമെന്ന് നീ അറിയണം. അവിടെ എങ്ങനെയും നടക്കാം എന്നല്ല, ജീവനുള്ള ദൈവത്തിന്റെ സഭ എന്ന ആലയത്തിൽ എങ്ങനെ നടക്കണമെന്നുള്ളത് നീ അറിയണോന്നേ. ബിക്കോസ് ചർച്ച് ഈസ് നോട്ട് എ ക്ലബ്. ചർച്ച ഒരു ക്ലബ് അല്ല. അബ്രഹാമിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. ചർച്ച് ഈസ് നോട്ട് എ ക്ലബ്. സഭ ഒരു ക്ലബ് അല്ല. ക്ലബിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എപ്പം വേണമെങ്കിലും വരാം, എപ്പം വേണമെങ്കിലും ഇറങ്ങി പോകാം. ക്ലബിലാണെങ്കിൽ സംഘത്തിന് വായന കഴിഞ്ഞ് എന്നും കയറാം, ആശീർവാദം പറഞ്ഞതിന് മുമ്പ് ഇറങ്ങി പോരുകയും ചെയ്യാം. അത് ക്ലബിലെ പറ്റൂ, സഭയെ പറ്റിയല്ല. മനസ്സിലാകുന്നുണ്ടോ? ക്ലബിൽ എന്തും ആകാം. ക്ലബിന് ഇലക്ഷനും തെരഞ്ഞെടുപ്പും റിപ്പോർട്ട് വായനയും പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ കാണും. ചർച്ചിന് ഇതൊന്നുമില്ല. നിങ്ങളുടെ പണം കരുതേ, ദൈവസഭയ്ക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ? ദൈവസഭയുടെ ഹെഡ് എവിടാണോ അതാ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുകൊണ്ട് ആരോട് പറയാനാ? ഇല്ല, നോക്കിയിരിക്കുക. ദൈവസഭയുടെ ഹെഡ് ആരാ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലേ? ആ ഹെഡ് ഇരിക്കുന്ന ഇടം എവിടാണോ അതാണ് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അത്രേ ഉള്ളൂ. ഇല്ല, ദൈവസഭയ്ക്ക് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങ് കുമ്പനാട്ടോ പുനലൂരോ തിരുവല്ലായിലോ മുളക്കുഴയിലോ കോട്ടയത്തോ പിന്നെ എവിടെയൊക്കെ ഉള്ളത് ഉള്ളിടത്തല്ല. അതല്ല, അതൊക്കെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ഇരിക്കുന്നിടന്ന് മാത്രമേ ഉള്ളൂ. ദൈവസഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അതൊന്നും തന്നെ. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ മടങ്ങി വരുന്നു. പൗലോസ് വ്യക്തമായി പറഞ്ഞു, ഞാൻ വരാൻ വൈകിയാൽ. പൗലോസിന്റെ ആ കൺസേൺ ഒക്കെ എത്ര ഭയങ്കരല്ലേ! സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായുള്ള ജീവുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിൽ എങ്ങനെ നടക്കണമെന്ന് നീ അറിയണം. ദൈവസഭയ്ക്കകത്ത് എപ്പോഴെങ്കിലും കയറി വരിക, എപ്പോഴെങ്കിലും ഇറങ്ങി പോവുക, എന്തും കാണിക്കാം, ഇടവാക്കി മാറ്റുകയല്ല. സ്തോത്രം. വരുമ്പോ വെറുതെ വരാൻ പാടില്ല. Come with a good preparation. വളരെ ഒരുക്കത്തോടെ വരണം. ദേവാലയത്തിലേക്ക് പോകേണ്ടവർ രാവിലെ എഴുന്നേക്കണം. അതിരാവിലെ എഴുന്നേക്കണം. സ്തോത്രം. കാര്യങ്ങളെ നേരത്തെ ക്രമപ്പെടുത്തണം.
ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്ന അന്ന് ഈ പിശാചിനെല്ലാം അടിച്ചുപെടാൻ വേണ്ടി അല്ല പ്രിയരെ എന്ന് നമുക്ക് ഈ ബോധം ഉണ്ടാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പോരാട്ടം മുഴുവൻ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന അന്ന് ഈ പുള്ളി ഇറങ്ങുന്ന ബാക്കി ദിവസങ്ങളിൽ ഇറങ്ങാൻ വലിയൊരു വഴക്ക് പറയും. ആണോ? അല്ല, വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഉച്ചവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഞായറാഴ്ചത്തെ സഭായത്തിനുള്ള ഒരുക്കമാ. നമ്മൾ ഇവിടെ കടന്നുകൊണ്ട് ഒച്ചയും വെച്ച് ബഹളം വെച്ച് തൊണ്ട ഗീറുന്നായി ശബ്ദം അടച്ചു വേണ്ട വലിയ കാര്യം നേടി മതി പോകണല്ലോ. എല്ലാവരും ചേർന്ന് അല്പനേരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവിടെ മൂലം സൺഡേ സഭായത്തിനുള്ള ഒരുക്കം. വെള്ളിയാഴ്ച തന്നെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ശനിയാഴ്ച മറ്റു കാര്യങ്ങൾ തുണി തേക്കാനുള്ളതെല്ലാം തേച്ച് കഴുകാനുള്ളതെല്ലാം കഴുകി റെഡിയാക്കി. അല്ല ഞായറാഴ്ച രാവിലെ 9 ആകുമ്പോൾ തേപ്പൂട്ടി തപ്പരുത്. അന്നേരം ആ വീട്ടിനകത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ കണ്ടുകൊണ്ട് അന്തരീക്ഷം ഉണ്ടാകുന്നു. നോ, അല്ല, നേരത്തെ ചെയ്തു വെക്കണം. സകല കാര്യം രാവിലെ എഴുന്നേറ്റ് റെഡിയായി സഭായത്തിന് മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞറിയാവ ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ് ഞാൻ ശകലനേരം കിടന്നത്. പറഞ്ഞ ഇത് പിന്നെ ഞായറാഴ്ച അവിടെ മാത്രം ശകലം കിടന്നങ്ങ് ഉറങ്ങി. ബാക്കി ദിവസങ്ങളൊക്കെ നമുക്ക് നേരത്തെ പിന്നെ പോവണ്ടേ? എന്നോട് പറയുമോ 4:45 ഇറങ്ങിയതില്ലെങ്കിൽ വണ്ടി പോകും. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഞായറാഴ്ച കൊണ്ട് കിടന്ന് ഉറങ്ങിക്കോ, സമയമാകുമ്പോൾ വണ്ടി പോകുമ്പോൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങല്ലാതെ ആ വണ്ടിക്ക് പോക്കുണ്ടാകുകയല്ല. അത്രേ ഉള്ളൂ കുഴപ്പം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മറ്റുള്ള ദിവസം അല്പം ഡിലേ ആയാലും ഞാൻ 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ പേഴ്സണൽ പ്രിപ്പറേഷനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് അമേസിംഗ്. സ്തോത്രം. പേഴ്സണൽ പ്രിപ്പറേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുങ്ങി റെഡിയായി നല്ല പ്രിപ്പറേഷനോടെ ഞായറാഴ്ച സാക്ഷിക്ക് പാടാനുള്ള പാട്ട് ഏതാണെന്ന് നേരത്തെ റെഡിയാക്കണം. ഒരു വാക്യം വായിക്കുന്നുണ്ടെങ്കിൽ ആ വാക്യം ഏതാണെന്ന് നേരത്തെ നോക്കി തയ്യാറാക്കിക്കൊണ്ട് പോകണം. പറയാനുള്ള പറഞ്ഞിട്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നോളാന്ന് പറയുമ്പം അന്നേരം കണ്ണാടി തപ്പിക്കൊണ്ട് പോകരുത്. അന്നേരം കണ്ണാടി തുറക്കുന്നത് തന്നെ. ആ തുറന്നപ്പം കയ്യിൽ നിന്ന് താഴെ പോയി, പിന്നെ അത് എടുത്തുകൊണ്ട് വന്ന് വെച്ചപ്പോ തിരിഞ്ഞു പോയി, പിന്നെ നേരെ വെച്ചു. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കാരിയ്ക്കുക. വാക്യം എല്ലാം നേരത്തെ റെഡിയാക്കി നല്ല പ്രിപ്പറേഷനോട് വേണം ദൈവസഭയുടെ സഭായത്തിന് പോകാൻ. ആരാധനയ്ക്ക് പോണ കാര്യമല്ല, സഭായത്തിന് പോണ കാര്യം ഞാൻ പറഞ്ഞു. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, സഭായോഗം വേറെ, ആരാധന വേറെ. ഞായറാഴ്ച നമുക്ക് സഭയിൽ ആരാധനയല്ല, വിശുദ്ധ സഭായോഗമാണ്. മറക്കരുത് ആ കാര്യം. അപ്പൊ ആ പാടെ കൺഫ്യൂഷൻ ആയി. അപ്പൊ ആരാധന എന്തുവാ, സഭായോഗം അത് രണ്ടും രണ്ടാണെന്നേ. എൻറ്റയർലി ഡിഫറെന്റ്. പിന്നെ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സഭായോഗം വേറെ, ആരാധന വേറെ. തെറ്റിദ്ധരിക്കരുതേ. സ്തോത്രം. ആരാധന എന്താണെന്ന് ഞാൻ 22 അധ്യായത്തിലേക്ക് വരുമ്പോ പറയാം. ഞാൻ പറയാൻ വിട്ടുപോയെങ്കിൽ ആരെങ്കിലും ഓർപ്പിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയാം. അത് നല്ല പ്രിപ്പറേഷനോടെ വരാൻ. സമാപന കൂടാരത്തിന്റെ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരാൾ അതിരാവിലെ എഴുന്നേറ്റ് റെഡിയായി യാഗവസ്തുക്കളൊക്കെ ഒരുക്കി എല്ലാം നല്ല ക്ലീൻ ആക്കിക്കൊണ്ടാ പോണേ. അവിടെ ചെല്ലും തന്നെ യാഗം അർപ്പിക്കാന്. മനസ്സിലാകുന്നുണ്ടോ? സഭായോഗത്തിന് ചെല്ലും തന്നെ വഴിപാട് അർപ്പിക്കാനായിരിക്കണം. വഴിപാടെന്നുള്ള ഞാൻ ഉദ്ദേശിച്ച സ്തോത്രാഴ്ചയല്ല. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുക തന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം പറയാനും പാട്ട് പാടാനും ഒക്കെ തന്നെ വേണം ചെല്ലാൻ. നമ്മൾ പാടുകയല്ല, വലിയൊരു പാട് കാണിക്കും. എന്നും ആ പാട്ടേ ഉള്ളൂ, എന്നാ നീ പാട്. അത് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്താൽ മിണ്ടാതിരിക്കും. അമ്മണി കൊച്ചമ്മ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്കല്ലേലും അറിയാറുണ്ട് അമ്മണി കൊച്ചമ്മയെ പ്രാർത്ഥിക്കുക. എടാ നിനക്ക് ചെയ്യായിരുന്നല്ലോ, നീ ചെയ്തോ? ഇല്ല. പിന്നെന്തിനാ അമ്മണി കൊച്ചമ്മ നീ വല്ലതും പറയുന്നേ? കണ്ടോ? അതാ ഞാൻ പറഞ്ഞ സഭ ക്ലബ് അല്ലെന്ന്. യു ഹാവ് ടു ഡു യുവർ ഡ്യൂട്ടി. ദൈവസഭയ്ക്കകത്ത് നിന്റെ റോൾ എന്താ? അത് ചെയ്യേ. പാടാനായിട്ടാണോ?
ഡു ഇറ്റ്. പ്രാർത്ഥിക്കാനാണോ? ചെയ്യണം. മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ്. ഒന്നും അല്ലെങ്കിൽ അതിരാവിലെ ഒന്ന് ഹോളൊക്കെ അടിച്ചു വരി പായിടാനായിട്ടാണോ ഉള്ള കഴിവ്? ചെയ്യേ. സ്തോത്രം. അത് മുഴുവൻ പാസ്റ്ററും കൊച്ചമ്മയും കൂടെ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാം അടിച്ചു വാറ് റെഡിയാക്കി പായും എല്ലാം ഇട്ട് കസേരയൊക്കെ കൃത്യമായിട്ട് വെച്ചില്ലെങ്കിൽ വിശ്വാസിയുടെ മുഖം ഒന്ന് കാണണം. ഇവിടെ പുള്ളിക്കാരിക്ക് പിന്നെ എന്നാ പണി? ശാലം ചൂടുവെള്ളം കൊടുത്തോട് വെച്ചാൽ എന്നാ? പാസ്റ്റർ അമ്മാമ്മയുടെ കുറ്റം പറയുന്നത് ഇവിടെ ഇത്ര പേര് വരുന്നില്ല, ശാലം വെള്ളം വേണമെന്ന് അറിയത്തില്ലേ? ശാലം ചൂടുവെള്ളം തിളപ്പിച്ച് ഇവിടെ കെച്ചിനകത്ത് വെച്ചാൽ പോരെ? പാസ്നേജ് പോകണമെന്നുണ്ടോ? രാവിലെ ചെല്ലുന്ന അതൊക്കെ ചെയ്തുകൂടെ? നമ്മൾ VIP ആയിട്ട് കറക്റ്റ് സമയത്തിന് വന്നു. നമ്മൾ വരുമ്പോ എല്ലാം റെഡി ആയിരിക്കണം. ഇന്നുകൊണ്ട് ക്ലാസ് നിർത്തുവോ? നിങ്ങളുടെ മുഖം വാടുന്നു. ആ പടം 3-4 പേരെ വീഡിയോ ആയിട്ടിരിക്കുന്നു. അവരും കൂടെ പണങ്ങിപ്പോ ഞാൻ എന്തോ ചെയ്യും? പിണങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ദൈവസഭയ്ക്കകത്ത് എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ വരുന്നത് തന്നെ അർപ്പിക്കാനായിരിക്കണം. പാസ് സ്വോത്രം ചെയ്താട്ടെ എന്ന് പറയുമ്പോഴല്ല. മനസ്സിലാകുന്നോ? പിന്നെ ഈ സ്തോത്രം പറയാനും പാടാനും പ്രാർത്ഥിക്കാനും ദൈവത്തിന് കൊടുക്കാനും ദൈവനാമത്തെ ഉയർത്താനും ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുമ്പാകെ എഴുന്നേറ്റ് സാക്ഷ്യമായി പറയാനും ദൈവം ചെയ്ത ഉപകാരം പറയാൻ പറഞ്ഞാൽ പഴംപുരാണം എല്ലാം പറയാനായിട്ടല്ല. പിന്നെ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. സാക്ഷിക്ക് സമയം കൊടുത്താൽ പിന്നെ ലക്കും ബോധമില്ല ഒരു പോക്കങ്ങ് പോയാൽ പിന്നെ അന്നത്തെ ശുശ്രൂഷ മുഴുവനും അല്ലേ? അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചു, പാസ്റ്റർമാർ പിന്നെ അതിഥികളായി ഒന്നുകൊണ്ട് ദേവദാസന്മാരുള്ളതുകൊണ്ട് ദൈവമക്കൾ ദയവായി സാക്ഷ്യം വളരെ ചുരുക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാം എഴുന്നേൽക്കും. എല്ലാം എഴുന്നേൽക്കുകയും ചെയ്യും. പാട്ടും പാടിക്കൊണ്ട് പറയുകയും ചെയ്യും. പാസ്റ്റർ പ്രത്യേകം പറയുന്നാരും പാട്ട് പാടരുത്, സമയം വളരെ ചുരുക്കമായതുകൊണ്ട് അതിഥികളായ ദേവദാസന്മാർക്ക് ദൈവജന ചുരുക്കി സമയം കൊടുക്കുന്നതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ളവർ മാത്രം വളരെ ചുരുക്കത്തിൽ സാക്ഷ്യം പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്ന് എല്ലാവർക്കും ആത്മാവിന്റെ ഒരു ഒഴുക്കും ഉണ്ടാകും. പിന്നെ എന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇന്നെങ്ങും പറഞ്ഞ തീരുകയെന്ന് അങ്ങനെ തീരുകയല്ലാത്ത അങ്ങനെ തീരുകയല്ലാത്ത അതെന്തോന്ന് സാക്ഷിയ? നമുക്ക് ഈ പഴയതെല്ലാം പറയണം. അതിലെ പോയത് ഇതിലെ പോതും ചപ്പും ചപ്പറും എല്ലാം പറയണം. കഴിഞ്ഞ ദിവസം ശാരീരമായി വളരെ ക്ലാസ് ഞാൻ ഭാരപ്പെട്ടു. ദൈവമക്കളുടെ പ്രാർത്ഥനയാ ഞാൻ ആരോഗ്യത്തോടെ ദൈവത്തിന് എഴുന്നേൽക്കുന്നു. അത് നമ്മൾ പറയല്ല. ഒരു ചെറിയൊരു തലവേദന പോലെന്ന് തോന്നി. ഞാൻ അന്നേരം അത് അത്ര കാര്യമാക്കിയില്ല. എന്നാ ഒരു കട്ടൻ കാപ്പി കുടിക്കാമല്ലോ എന്നോർത്ത് അടുക്കള ചെന്ന് ഗ്യാസ് ഓൺ ചെയ്ത് നോക്കിയപ്പോഴാ കാപ്പിപ്പൊടി ഇല്ലെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ അപ്പുറത്തെ ജെസ്സിയോട് വിളിച്ചു പറഞ്ഞു. ജെസ്സി കടയിൽ ചെന്ന് ശാലം കാപ്പിപ്പൊടി മേടിച്ചുകൊണ്ട് വന്ന് അത് പിന്നെ ഒരു വിധത്തിൽ ഞാൻ തിളപ്പിച്ചു കഴിഞ്ഞപ്പം ശാലം പഞ്ചാര ഇടണമെന്നുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഷുഗർ കൂടുതലാണല്ലോ നോക്കി പിന്നെ പഞ്ചാര ഇട്ടില്ലേ. എടാ ഷുഗറിന്റെ കാര്യവും ജെസ്സി കാപ്പിപ്പൊടി മേടിച്ച കാര്യവും ഇത് വലിയ ഇതിനകത്ത് പറയണോ? ശാരീരമായ ക്ഷീണം അനുഭവപ്പെട്ടു. ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ സൗഖ്യത്തോടെ ഞാൻ ദൈവത്തിൽ നിൽക്കുന്നു. ഇത്രയും പറയുമ്പോഴേ സംഗതി ഓക്കെ. അതെന്ത് ചെയ്താ പറയല്ലേ? നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ആളിഞ്ഞത് പുളിഞ്ഞതെല്ലാം കൂടെ പറഞ്ഞെങ്കിൽ ദൈവം ചെയ്താന്ന് വരത്തുള്ളൂ. ചിലർ ഈ കാര്യങ്ങൾ പറഞ്ഞ കേട്ട തമ്പുരാൻ ഒന്നിനെ കുറിച്ചും ഒരറിവുമില്ല. നമ്മളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചെങ്കിലേ കക്ഷിക്ക് പിടി കിട്ടും. അതുപോലെ സാക്ഷിയൊക്കെ അവതരിപ്പിക്കുന്നു. പറയേണ്ട കാര്യം പറയരുതെന്നല്ല. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില കാര്യങ്ങൾ വിശദമായി പറയേണ്ടതായിട്ടുണ്ട്, പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അത് പൊതുസഭയ്ക്ക് ബോധ്യമാകാനുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം. പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിൽ ലീവ് ഇറ്റ്, വിട്ടുകള. കാര്യം മാത്രം പറ. അങ്ങനെ ശീലിക്കണം. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ പറയുകയാണെങ്കിൽ സഭയുള്ള മുഴുവൻ ആൾക്കാർക്കും സാക്ഷി പറയാനുള്ള സമയം കിട്ടും. എല്ലാവരും ഓരോ വാക്കി പറഞ്ഞാൽ മതി. കഴിഞ്ഞ ആഴ്ച ദൈവം നടത്തിയ ദൈവത്തിന് സ്തോത്രം, ദൈവയുടെ പ്രാർത്ഥനയ്ക്കായി നന്ദി. അത് പറയല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലവും പിന്നെ ഈ ഒരാഴ്ച ഈ 2 വട്ടക്കാലം കൊണ്ടിരുന്നാണ് ഏറ്റവും നാശം. നമുക്ക് 2 വട്ടക്കാലം ഇല്ലെങ്കിൽ റൗണ്ട് ക്ലിയർ ആക്കി കിട്ടുകയല്ലോ. പോട്ടെ പ്രിയരെ, ഇത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കർത്താവ് മുമ്പിൽ ഉണ്ടെന്നുള്ള ധാരണ വേണം ഈ കാര്യങ്ങളൊക്കെ പറയാൻ. നമ്മൾ എപ്പോഴെങ്കിലും ദൈവസഭ വിശുദ്ധവായത്തിൽ ചെന്നപ്പോൾ കർത്താവ് നമ്മുടെ നടുവിൽ ആ സിംഹാസനം ഇരിക്കുന്ന കാഴ്ച ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടോട് വേണം പാടാൻ.
എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ, എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ കൊതിച്ചിടുന്നധികമാൻ പൊന്മുഖം കാണുവാൻ. കണ്ടോ? കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ. എൻ കണ്ണുനീരകന്നു വാഴും ഞാൻ, വിണ്ണിലങ്ങു വാഴും ഞാൻ. ആ സ്വർഗീയ ദിനം എന്നു കാണും ഞാൻ, നാഥ എന്ന് കാണും ഞാൻ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നമ്മിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. കണ്ടോ? അതൊക്കെ പാടില്ല സഭായം തുടങ്ങുന്നത് അല്ലേ? പിന്നല്ലേ കൽവറി ദർശനം കാണുന്നൻ മുൻപിലായി, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ. വന്ദനമേ സുരക്ഷകനൻ നായകനേ. കണ്ടോ? ആ പാട്ടൊക്കെ പാടുമ്പോ എന്തോ ഒരു സുഖവും മനസ്സിനൊരു സന്തോഷം കുളിർമയ്ക്കാന്നറിയാമോ? അതിന് പറയാം നിന്നെ കൊല്ലും ഞാനും ചാകുമെന്ന് പറഞ്ഞ് ഗിറ്റാറും പിടിച്ചോണ്ട് നിൽക്കുക പക്ഷിപ്പാന്നും പറഞ്ഞു. ആ പോട്ടെ, ഞാൻ അബ്രാമിന്റെ കാര്യം പറയാം. നിങ്ങളുടെ മുഖമൊക്കെ വാടുന്നു. സ്തോത്രം. എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ദൈവം മുൻപിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതാനുഭവം. മനസ്സിലാകുന്നുണ്ടോ? Thou be perfect before me. നീ എന്റെ മുമ്പാകെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന്. മലയാളത്തിൽ നിഷ്കളങ്കനായി നടക്കാൻ പോകും. നടന്ന് നിഷ്കളങ്കനായിരിക്കും. അപ്പൊ നമ്മുടെ നടപ്പൊരു വിഷയം. അതാ ഞാൻ 2 വാക്യം മാത്രമേ കാണിച്ചുള്ളൂ, ബാക്കി ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. ആകെയാ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കി. പിന്നെ എഫിഷ്യൻസി പറയണം. നടപ്പ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അജ്ഞാനികളായിട്ട് നടക്കരുത്, ജ്ഞാനികളായിട്ട് നടക്കും. മനസ്സിലായില്ലേ? സമസ്ത മേഖലയിലും നമുക്ക് ആ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പരിശോധനയൊക്കെ ചെന്നേച്ച് ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയരുത്. സ്തോത്രം. നമ്മുടെ വായിലുള്ള വാക്കുകൾ കൊണ്ട് സമൂഹത്തിനിടയിൽ യാതൊരു എന്താ പറയാ വിദ്വേഷവും ഉണ്ടാക്കത്തക്ക വാക്കുകൾ പറയാൻ പാടില്ല. അവിടെയൊക്കെ ജ്ഞാനത്തോടെ പെരുമാറണം. ദൈവസ്നേഹം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. they will be attracted. അവരതിനകത്ത് ആകർഷകരാകും. മറന്നു പോകരുത്. കർത്താവ് പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. നമ്മളുടെ ശുശ്രൂഷയിൽ നമ്മൾ ഉയരരുത്. പ്രസംഗകൻ ഒരിക്കലും ഉയരാൻ പാടില്ല. ഞാൻ അങ്ങ് കാലിഫോർണിയയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഫിലദൽഫിയക്ക് പോകാൻ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ കാനഡയിൽ പോയ കാര്യം പറഞ്ഞു, കാലിഫോർണിയയിൽ പോയ കാര്യം പറഞ്ഞു, അവിടുന്ന് പുള്ളി ഫിലദൽഫിയക്ക് ഫ്ലൈറ്റ് വീണ്ടും പോയ കാര്യം പറഞ്ഞു. പിന്നെ സന്ദർഭശാൽ ഒരു കാര്യം പറഞ്ഞു കരുതി മഹാഭാവമാണെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ആ ആശയത്തിലുമല്ല. നമ്മളെ പുകഴ്ത്തി പറയാനുള്ളതല്ല, മറിച്ച് അവിടെ ഉയർന്നു നിൽക്കുന്ന ഒന്നേ ഉള്ളൂ. എന്തെന്നറിയാമോ? ക്രൂശിലെ സ്നേഹം. കണ്ടോ? അതാ പറഞ്ഞ, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. Thou be perfect. എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കണം. അബ്രാം അങ്ങനെ ചെയ്തു. ഞാന് ബാക്കി ഭാഗം എല്ലാം അങ്ങ് വിട്ടിട്ട് വേഗം മുന്നോട്ട് പോകട്ടെ. അന്നേരം ദൈവം ഒരു കാര്യം പറയാണ്, അവിടെ പറയാതെ പോലെ ഒന്നുമില്ല. 2-3 വാക്ക് വേഗം ഒന്ന് വായിച്ചേ. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. മധ്യേ ഞാൻ എന്റെ നിയമം എപ്പം? പറ, എപ്പോ സ്ഥാപിക്കും? എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുകയാണെങ്കിൽ. അത് അടുത്തും കൂടെ വായിച്ചേ. നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. രണ്ടാമത്തെ വാക്യം ഒരു വായിച്ചേ. രണ്ടാമത്തെ വാക്യം മുതൽ. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും.
നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. എപ്പോൾ? നിഷ്കളങ്കനായി നടക്കും. നിഷ്കളങ്കനായി നടക്കണമെങ്കിൽ അടുത്ത വാക്യം കൂടെ വായിച്ചേ. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ എന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. മതി. അബ്രഹാം ആയി. ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാമേ. അതൊക്കെ വളരെ എന്താ പറയാ ത്രില്ലിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അബ്രഹാം ഉള്ളത് എങ്ങനെയായെന്നുള്ളത് പറയാം. അത് 17-ാം അധ്യായത്തിൽ ദൈവം ചെയ്യുന്നതൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ കാരണം ഞാൻ പറയാം. ഇവിടെ ദൈവം പറയാണേ, അബ്രാമേ, എനിക്കും നിനക്കും മധ്യ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. എപ്പോഴെന്നറിയാമോ? എന്റെ മുമ്പാകെ നടന്ന് ദൗ ബി പെർഫെക്റ്റ്. നീ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ബോധ്യമായാൽ നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞ നിയമം ഉണ്ടല്ലോ, ഉടമ്പടി. ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ ഭൂമിയിൽ അനുകരിക്കപ്പെടും, നീ ഒരു വലിയൊരു ജാതിയാകും എന്നൊക്കെ പറഞ്ഞില്ലേ? 12-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം തമ്പുരാൻ പറയാ, ഞാനത് ചെയ്യും. എപ്പോഴാ? വല്ലതും മനസ്സിലായോ? ദൈവം നിങ്ങളോടും വാഗ്ദത്തമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് എപ്പോഴാ ഫുൾഫിൽ ആണെന്ന് ഇപ്പൊ പിടികിട്ടിയോ? ബി പെർഫെക്റ്റ്. അപ്പോൾ അത് ഫുൾഫിൽ ആവും. എന്നിട്ട് പറയാണ്, എനിക്കും നിനക്കും മധ്യ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. അവിടെ മാത്രമല്ല, നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിച്ചെന്നല്ല, വർദ്ധിപ്പിക്കും. എല്ലാ ഫ്യൂച്ചർ ടെൻസിലാ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. അബ്രാം ചോദിച്ചോ, ഇത് പറയാൻ തന്നെ കുറെ നാളായല്ലോ. 12-ാം അധ്യായം പോലും പറയുന്നതാ, വർദ്ധിപ്പിക്കാൻ പോകുമെന്ന്. എനിക്ക് വയസ്സ് 100 ആകുന്നു. ഇനി അപ്പം വർദ്ധിപ്പിക്കാൻ എന്നാണ് അബ്രാം ചോദിച്ചത്? അല്ല, എന്റെ മുമ്പാകെ നിഷ്കളങ്കരിക്കാം, ബി പെർഫെക്റ്റ് എന്ന് കേട്ടപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. ഇപ്പോഴാണ് മുമ്പ് ചെയ്ത നിയമത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന രണ്ടുപേരും തമ്മിൽ കരാറിൽ ഒപ്പിട്ട കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് നിനക്കും മധ്യ ഒരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുക. നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവ്. സ്തോത്രം. ഇനി മുതൽ നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രഹാം എന്നായിരിക്കണം. 5 മിനിറ്റൂടെ ഉള്ളൂ. അതുകൊണ്ട് അബ്രഹാം എങ്ങനെ ആയെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നിശ്ചയമായിട്ടും ഈ അബ്രാം എങ്ങനെയാണ് അബ്രഹാം ആയെന്നും അതുകൊണ്ട് എങ്ങനെയാണ് ഈ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദൈവം അർത്ഥമാക്കി എന്നുള്ളത് നിശ്ചയമായിട്ടും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ മുടങ്ങാതിഞ്ഞ് വന്നാൽ മതി. സ്തോത്രം. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് മുടക്കുന്നവരൊക്കെ ഇനി പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്നാലേ ക്ലാസ്സിൽ കേട്ടുള്ളൂ എന്നൊക്കെ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരതൊക്കെ കൃത്യമായി പാലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് എല്ലാവർക്കും ഉള്ള ദൂതല്ല, അത് ചിലരെ ഏറ്റെടുത്തോളും, അല്ലാത്തവരങ്ങ് വിട്ടേ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അബ്രഹാം എന്ന പേരിലേക്ക് മാറുക. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അപ്പം നാളെ ആരാകാൻ പോകുന്നു അതിനനുസരിച്ച് അബ്രാമിന്റെ പേര് ദൈവം തമ്പുരാൻ ചേഞ്ച് ചെയ്യുക. നമ്മൾ പേരിടുമ്പോലല്ല തമ്പുരാൻ പേരിടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമുക്കെല്ലാം പേരുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കെല്ലാം പേരുണ്ട്. പക്ഷെ പലപ്പോഴും ആ പേരിന്റെ എന്താ പറയാ പേര് പോലല്ല പലപ്പോഴും ആ വ്യക്തിയോടൊന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലേ. സൗമ്യ എന്നാ പേര്, ഒന്ന് മിണ്ടി നോക്കണം, അപ്പൊ അറിയാം. മനസ്സിലായോ? അങ്ങനെ ഓരോരുത്തരുടെയും പേര് ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങൾ സ്വയം ഒന്ന് ശോധന ചെയ്തെങ്കിലിരിക്കാം. പോട്ടെ. ഞാൻ പറഞ്ഞതെന്നറിയാമോ? ഈ ഹീബ്രു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വ്യക്തിക്ക് പേരിടുമ്പോൾ, കുഞ്ഞിനൊക്കെ പേരിടുമ്പോൾ ക്യാരക്ടർ ബേസ് ചെയ്താണ് ആ പേര് പോകുന്നത്. അതുകൊണ്ടാണ് ആ പേരിന്റെ ഇതനുസരിച്ചിരിക്കും ആ കുഞ്ഞിന്റെ ക്യാരക്ടർ. ആ പേര് കേൾക്കുമ്പോൾ
ആ വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. ഞാൻ മുൻപ് നിങ്ങളുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഇവിടെ നീ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ് അബ്രാമിന്റെ പേര് അബ്രാം എന്നുള്ളത് അബ്രഹാം അല്ലെ? ആ ഹാ ഒന്ന് ആഡ് ചെയ്തു. എന്താണ് ആ ഹാ എന്നുള്ളത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നുള്ള നിശ്ചയമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. സമയം വളരെ മുന്നോട്ട് പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നു. ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ദൈവം അബ്രഹാമിനോട് തീർത്തു പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവർത്തിക്കാൻ പോവുക. പക്ഷെ അതിനു മുമ്പ് നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ തെളിയിക്കണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഞാൻ ആലോചിക്കുക, അബ്രാം ഈ കൽദറുടെ പട്ടണമായ നൂരിൽ ഇറങ്ങി തിരിച്ച് അപ്പന്റെ കൂടെ വന്ന് ഹാരാനി കുറച്ച് നാൾ പാർത്തു. ഹാരാനിൽ വെച്ച് വീണ്ടും ദൈവശബ്ദം ഉണ്ടായി. ഉച്ചവരും ഉടയരും പിതൃഭവനത്തെല്ലാം വിട്ട് പുറപ്പെട്ടിറങ്ങി വന്നു അല്ലേ? ഏതിനാന്നും അറിയാതെ വന്ന അബ്രാമിന്റെ ദൈവം പറയാണ്, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ തന്നെ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. കണ്ടോ? നീ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിങ്ങൾ ശാന്തമായിട്ട് നൽകി അബ്രഹാമിന് ദൈവം കൊടുത്ത ആ പ്രോമിസസ് ഒക്കെ എത്ര ഭയങ്കരമല്ലേ? സ്തോത്രം. നമ്മൾ നിമിത്തം വേറെ അല്ലെ അനുഗ്രഹം പ്രാപിക്കുന്ന ഇന്ന് വരെ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. നമുക്ക് തേങ്ങിട്ട് വേണ്ട മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അവിടെ കുഴപ്പം. നമുക്കിതുവരെ തേങ്ങിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നമ്മൾ നിമിത്തം മറ്റൊരാൾ പ്രാപിക്കുന്നത്? അവിടെ ആ കുഴപ്പം. നമുക്ക് ആദ്യം തികയണ്ടേ? നമ്മളിപ്പോഴും നമ്മുടെ ലിസ്റ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇന്നലെ എഴുതി വെച്ചിരിക്കുകയാണ് ലിസ്റ്റ്. അങ്ങനെയുള്ള നമ്മൾ നിമിത്തം എങ്ങനെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുന്നത്? വല്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? അബ്രഹാം നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ അബ്രഹാമിന്റെ സ്ഥിതി എങ്ങനെയാ നിങ്ങൾ ആലോചിച്ച്? മറക്കല്ലേ, വലിയൊരു ബംഗ്ലാവ് വിട്ടിറങ്ങി വന്ന അബ്രാം കൽദറ പട്ടണമായ ഊരിൽ രാജാവിനെ പോലെ വലിയൊരു ബംഗ്ലാവിൽ താമസിക്കുന്ന അബ്രാം. മുമ്പ് ഞാൻ അബ്രാമിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബാത്റൂമിൽ പോലും അന്നേ കാലത്ത് വർഷത്തിന് മുമ്പാന്ന് വിചാരിക്കണം, ചൂടുവെള്ളം തണുത്ത വെള്ളം കിട്ടുന്ന സിസ്റ്റം അന്ന് അബ്രഹാമിന്റെ വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം ഇട്ടേച്ചാണ് അബ്രാം ഇപ്പൊ കൂടാരത്തിൽ കഴിയുന്നത്. അതൊരു നല്ല ആത്മീയ അല്ലല്ലേ? ഞാൻ നിങ്ങൾ ഈ CT സ്റ്റഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇംഗ്ലണ്ടിൽ നിന്നും ആഫ്രിക്കയിലേക്ക് സുവിശേഷ വിലയ്ക്ക് പോകേണ്ട CT സ്റ്റഡ്. അതൊക്കെ ആര് കേൾക്കാനാ? സണിച്ചാൻ കേട്ടുള്ളത് എനിക്കറിയാം. CT സ്റ്റഡ് 100 മുറികൾ ഉണ്ടായിരുന്ന വീട് വിട്ട് ആഫ്രിക്കയിലെ കുടിലിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്ത മനുഷ്യൻ. CT സ്റ്റഡ് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലല്ല, പുള്ളിക്കാൻ ഒരു കൊച്ചു വീട്, 100 റൂമേ ഉണ്ടായിരുന്നു. ആ 100 മുറികളുള്ള ബംഗ്ലാവ് വിട്ടിട്ട് CT സ്റ്റഡ് ആഫ്രിക്കയിലെത്തി കുടിലിൽ മരക്കമ്പ് കൊണ്ടും ചില്ലകൾ കൊണ്ടും കുടിലുണ്ടാക്കി അതിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്ത മനുഷ്യൻ. സ്തോത്രം. എനിക്കറിയാം, ഇത് കേൾക്കാനും ഉൾക്കൊള്ളാനും ഞാൻ മാത്രമേ കാണത്തുള്ളൂ. കാരണം നമ്മള് ഈ 100 മുറിയുള്ള വീട് വിട്ടിട്ട് കുടിലേക്ക് പോയവരുടെ കഥ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടത് മുഴുവൻ കുടിലിൽ തുടങ്ങി 100 മുറികളുള്ള ബംഗ്ലാവിൽ അവസാനിക്കുന്ന വേലക്കാരെ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളൂ. കോൺട്രവേഴ്സി ആകുമായിരിക്കും, എന്നാലും വേണ്ടില്ല, ഞാനങ്ങ് പറയാം അല്ലേ? പാസ് എന്തോ ദൂതായി പറഞ്ഞു. ഞങ്ങള് ഈ വർഷമെങ്കിലും ഞങ്ങളുടെ സ്ഥിതി ഒന്ന് മാറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നല്ലേ. സ്ഥിതി മാറുകയാലും നല്ല ഞാൻ പറഞ്ഞു. മനസ്സിലായോ? കൊട്ടാരം വിട്ട് ദൈവശബ്ദത്തിന് മുമ്പാകെ ഇറങ്ങി കുടിലിൽ കൂടാത്ത താമസിക്കുന്ന അബ്രഹാം.
ഞാൻ നേരത്തെ ഓർപ്പിച്ചില്ലേ, ഭാര്യ അടക്കാൻ പോലും ശവക്കോട്ട പോലും സ്വന്തമായിട്ട് ആരുടെയും മണ്ണില്ലാതിരുന്ന അബ്രഹാം. അബദ്ധം പറ്റിയതായിരിക്കും ഫോട്ടോ. ഇനിയിപ്പോ നമുക്ക് അബ്രഹാം നന്നാക്കാനും പറ്റുകയല്ലോ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കത് പഠിക്കാവുന്നേ ശാന്തമായിട്ട്. വചനത്തുള്ളതാണ് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. ഇല്ല, വിട്ടേക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ തോന്നുവാണെങ്കിൽ അന്നേരം വിട്ടേക്കണം. എന്റെ മനസ്സിൽ ഇതൊക്കെയായിരിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് പറയണേ, ഈ വചനങ്ങളൊക്കെയാണ് എന്റെ മനസ്സിൽ വല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതതിന് മുമ്പേ നമ്മൾ പാടിയില്ലേ, മുറ്റും ഞാൻ തരുന്നീതാ ഭൂനിക്ഷേപം മുഴുവൻ, ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. അപ്പോഴാണ് കർത്തൃത്വം പൂർണ്ണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം വിളിച്ച വെള്ളിയാഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. അപ്പോൾ തുറന്നുള്ള എല്ലാവർക്കും ഒരു കൂടെ നന്ദി വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.